കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ് വീണ് മരിച്ച ബിജുവിന് വിട നൽകി ജന്മനാട്. ബിജുവിന്റെ സംസ്കാരം തറവാട്ട് വളപ്പിൽ നടന്നു. കാലിന് ഗുരുതരമായി പരിക്കേറ്റ ബിജുവിന്റെ ഭാര്യ സന്ധ്യ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 6 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലായിരുന്നു നെടുമ്പിള്ളിക്കുടി ബിജുവിനെയും ഭാര്യ സന്ധ്യയെയും കോൺക്രീറ്റ് പാളികൾക്കിടയിൽ നിന്നും പുറത്തെത്തിക്കാൻ കഴിഞ്ഞത്. രക്ഷാപ്രവർത്തകർ തീവ്ര പരിശ്രമം നടത്തിയെങ്കിലും ബിജുവിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. കാലിന് ഗുരുതരമായി പരിക്കേറ്റ സന്ധ്യയെ വിദഗ്ധ ചികിത്സയ്ക്കായി ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇടുക്കി ജില്ലയിൽ ചുമതലയുള്ള മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചത്. റോഡ് നിർമ്മാണത്തിൽ അപകട സാധ്യതയുള്ള സ്ഥലങ്ങൾ കണ്ടെത്താൻ സംയുക്ത പരിശോധന നടത്തുമെന്നും ആ പ്രദേശത്തെ കുടുംബങ്ങളുടെ പുനരധിവാസം സർക്കാർ ഉറപ്പുവരുത്തുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. 6-7 വീടുകളോളം ഓൾറെഡി ഇപ്പം നമുക്ക് നഷ്ടപ്പെട്ടൊരു സ്ഥിതിയാണ് കാണുന്നത്. അവരെ പുനരധിവസിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം സ്കൂളിലാണ് താൽക്കാലികമായി ഇവരെ ക്യാമ്പ് ചെയ്യിച്ചിട്ടുള്ളത്. KSBയുടെ ക്വാർട്ടേഴ്സുകൾ അവൈലബിൾ ആണോ എന്നുള്ളത് ഇന്ന് രാവിലെ തന്നെ അന്വേഷിക്കാൻ ജില്ലാ കളക്ടർ KSBയോട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ വിഭാഗവും കൂടി ചേർന്ന് ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഇമ്മീഡിയറ്റായിട്ട് 2 ദിവസം കൊണ്ട് എവിടെയൊക്കെയാണ് അപകട സാധ്യത, എങ്ങനെയായിരിക്കുമെന്ന വിഷയത്തെക്കുറിച്ച് ശാസ്ത്രീയമായ ഒരു പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുക. സ്ഥലത്ത് മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ 22ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. അതാണ് വൻ ദുരന്തം ഒഴിവാകിയതിന് കാരണമായി തീർന്നത്. കൈരളി ന്യൂസ്, ഇടുക്കി.